അതല്ല ഈ വാർത്ത ഏതേലും ചാനലിന്റെ വാർത്ത ആണല്ലോ. മാമല്ല അമ്മായി. ഒരു 3 ദിവസം മുന്നേ ഒരു പ്രമുഖ ചാനലില് ഒരു പോസ്റ്റ് ഇട്ടു. എന്തറിയോ? നാളെ കേരളത്തിൽ ഞെട്ടിക്കുന്ന എക്സ്ക്ലൂസീവ് വേണ്ടി നിങ്ങള്. ഓ നമ്മളെ വക്കപ്പല്ലേ? മകപ്പല്ല, നമ്മളെല്ലാരും മകപ്പാണ് മുനമ്പാണെന്ന് കരുതും. പൾസർ സുനീനെ കൊണ്ടുപോയിട്ടേ ഏതോ അത് വക്കപ്പ് മാറ്റിയേക്കാൻ വേണ്ടില്ല, ആകാടി പോയിട്ട് ദിലീപിന്റെ വിഷയം എടുത്തിട്ടല്ലോ. അതന്നെ. അതായത് വഖഫിനെ കുറിച്ചോ മുനമ്പത്തിനെ കുറിച്ചോ ചർച്ച ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തോ, ഒരു ആൽമരത്തിന്റെ വീട്ടിൽ ഒരു 2 ആളിരുന്നിട്ട് ഒളി ക്യാമറ. എനിക്ക് തോന്നുന്നു ഓര് തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ആണോ സംശയം. ഈ 2025 ഒളി ക്യാമറ എന്ന് പറഞ്ഞിട്ട് ഒരു ചാനൽ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ എത്രയാണ് നിലവാരം എന്നുള്ളത് ആലോചിക്കുക നിങ്ങൾ. നിലവാരം എന്ന് പറഞ്ഞാൽ മറ്റേ ഇങ്ങനെ താത്തി കട്ടണം, വേറൊന്നുമില്ല. അത് ചർച്ച ചെയ്യാൻ പാടില്ല, അതിന് പോലെ ചർച്ച ചെയ്യണം. ഞാനൊരു 2 ദിവസമായിട്ട് ന്യൂസ് കാണുന്നുണ്ട്. ഈ 2 ദിവസം ന്യൂസിൽ മൊത്തം എന്താ അറിയോ, മുനമ്പത്തെ ചർച്ചകളുണ്ട്, എമ്പുരാന്റെ ചർച്ചകളൊക്കെ ഉണ്ട്. എമ്പുരാന്റെ ചർച്ച നടക്കുമ്പോ റിപ്പോർട്ടറിലെ പെട്ടയും ടീമും എന്താണ് അറിയോ, ദിലീപിന്റെ പിന്നാലെ എപ്പോഴും 2 ആൾക്കാർ ആലിന്റെ ചോട്ടിൽ പിടിച്ചിരുത്തിയിട്ട് ഒളിക്യാമറ പറഞ്ഞ ഇങ്ങനെ വന്നിട്ട് വീഡിയോ എടുക്കുക. അതല്ലേ തലേന്ന് വരെ ഭയങ്കര വക്കപ്പ് പാർലമെന്റ് ചർച്ച, പിറ്റേ നോക്കുമ്പോ അങ്ങനെ ചർച്ചയില്ല, ഒന്നുമില്ല. അപ്പോഴെ എവിടുന്നാണ് ദിലീപിന് വന്നത്. അതെ. പിന്നെ നിങ്ങൾ മറ്റേ പാർലമെന്റിന്റെ വീഡിയോസ് ഉണ്ടോ? പിന്നെന്താ ചർച്ചേന്റെ അടിച്ചു കയറിയില്ല, അടിച്ചു കയറാതെ തൃശ്ശൂർക്കാർക്ക് മുതലായി. ബ്രിട്ടാസ് നല്ല പഞ്ച് ഡയലോഗൊക്കെ അടിച്ച് കയറി വന്നപ്പോ എന്ത് ചെയ്തിട്ടുണ്ട്, സുരേഷ് ഗോപി ഡയലോഗ് പറഞ്ഞ് അടിച്ചിരുത്തി ബ്രിട്ടാസിനെ. അമ്മ ഇതൊന്നും ഗൈസ് നിങ്ങള് റിപ്പോർട്ടർ ചാനലിൽ കാണൂല. റിപ്പോർട്ടറിൽ നിങ്ങൾക്ക് ഇപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ പൾസർ സുനി ആൽമരത്തിന്റെ ചോട്ടിലിരുന്ന് ധ്യാനിച്ച കേസ് മാത്രമേ എന്ത് വരുള്ളൂ, ഇനി റിപ്പോർട്ടറിൽ വരുള്ളൂ. അല്ല 24-ലുണ്ട്, ന്യൂസ് 8-ന്, എല്ലാ ചാനലിലും എന്ത് ചെയ്യുന്നുണ്ട്, മുനമ്പ് ആയിക്കോട്ടെ വഖഫ് ആയിക്കോട്ടെ ഞെമ്പുരാനെ എല്ലാ ചർച്ചയും നടക്കുന്നുണ്ട്. റിപ്പോർട്ടർ മാത്രം എന്ത് ചെയ്യാണ്, ഇപ്പോഴും ദിലീപിനെ കൈരളി ഉണ്ടാവും.